ഡിഫറെന്റ് ആണ്. കാരണം സുഹറയ്ക്കുള്ള മൂഡല്ല, ഒരു ലൈറ്റ് പാറ്റേൺ അല്ല ശ്രീദേവിയുടെ. ഇത് എന്താ പറയുക, കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു മൂഡാണ് സുഹറയുടെ. പക്ഷെ അവരുടെ പിന്നെ അവരുടെ ഒരു കഥ പോലെ തന്നെയാണ് ആ ലൈറ്റിംഗ് മൂഡ്. നേരെ കുറച്ച് ഇപ്പോഴത്തെ ശ്രീദേവിയുടെ അല്ല, ഇച്ചിരി വെളിച്ചം വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീട്ടിൽ തന്നെ ഈ രണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ടാസ്ക് ഉണ്ട്. അത് ഒരു ഷോട്ട് കഴിഞ്ഞിട്ട് സാർ പറയും നമുക്കിനി അടുത്ത ശ്രീദേവിയുടെയാണ് ചെയ്യേണ്ടത്. ആകെ ഉള്ളത് 4-5 ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ശ്രീദേവിക്കും കൊടുക്കണം, സുഹറക്കും വരണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക് ഉണ്ട്. അതൊരു വലിയൊരു അനുഭവം തന്നെയാണ്. നമ്മള് ഇതിപ്പോ ഈ സിനിമ പ്രധാനമായിട്ടും ഞങ്ങള് ഫെസ്റ്റിവലുകൾക്ക്, ഇന്റർനാഷണൽ ഫെസ്റ്റിവലുകൾക്ക് ആയിരിക്കും ആദ്യം ഇങ്ങനെ എൻ്റെ കഴിക്കാൻ അതൊക്കെ കിട്ടുക എന്നൊക്കെ നിങ്ങളുടെയും ഷെജിൻ്റെയും മാലപ്പമാഷയും ഡോക്ടർ ഭാഗ്യമേരിയൊക്കെ ഇരിക്കും. പ്രിവ്യൂ ഷോ ഞങ്ങൾ വെക്കും. അടുത്ത മാസം നമ്മൾ പ്രിവ്യൂ ഷോക്ക് വെക്കും. അപ്പം നമ്മളിപ്പോൾ IFFK ഇത് പ്രിന്റ് അടിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ഉള്ളത്. അതിനുശേഷം നമ്മൾ വനിതയിൽ ഇതിൻ്റെ പ്രിവ്യൂ ഷോ വയ്ക്കും. നിങ്ങളെല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ആദ്യം തന്നെ നമ്മൾ ക്ഷണിക്കുകയാണ്, ഇപ്പോൾ തന്നെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ നിങ്ങളുടെ സുഹൃത്ത്, നിങ്ങളുടെ സഹോദരൻ PRO ഷിജിൻ ഭായി ഫുൾ സ്ക്രീനിൽ കാണാൻ നിങ്ങളെ ഏവരെയും ആർദവമായി ക്ഷണിക്കുന്നു. അല്ലേ? ക്ഷണിക്കുന്നു. എന്തായാലും വളരെയധികം നന്ദിയുണ്ട്. മീഡിയ സുഹൃത്തുക്കൾ നേരത്തെ പറഞ്ഞ പോലെ, പ്രസാദ് പറഞ്ഞ പോലെ തന്നെ അന്യൻ കണ്ടിട്ടുള്ള സുഹൃത്തുക്കളായിട്ടോ അന്യനായിട്ടോ ഒക്കെ കണ്ടിരിക്കില്ല മീഡിയക്കാർ. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമ്മുടെ ഈ ചെറിയ ചിത്രത്തിന് ഉണ്ടാക്കുക. ഇനി ഫെസ്റ്റിവലിനൊക്കെ മത്സരിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും ഉണ്ടാകണം, അല്ലേ? നിരവധി കാര്യം ഇതിൻ്റെ പ്രമേയം വെച്ചും ഇതിൻ്റെ എന്താ പറയുക സംവിധാനം ഉപയോഗിച്ചുമൊക്കെ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാറ്റഗറിയിലൊക്കെ അവാർഡിൽ മത്സരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടും ഏതെങ്കിലും കാറ്റഗറിയിൽ ആത്മവിശ്വാസവും ഉണ്ട്. ഈ ഒരു ചിത്രം നല്ല ലെവലിലെത്തും. അതിനുശേഷം നമ്മൾ തിയേറ്ററിലേക്ക് റിലീസ്, ഇപ്പൊ പ്രിവ്യൂ വെക്കും. അത് കൂടാതെ പ്രിവ്യൂ ഷോ കൂടാതെ നമ്മൾ തിയേറ്റർ റിലീസായതിനു ശേഷം ഉദ്ദേശിക്കും ഈ 2 ചിത്രങ്ങൾ റിലീസാവും. പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ കാലത്ത് ഒരു നിർമ്മാതാവ് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പലപ്പോഴും എനിക്ക് പോത്തും തല എന്ന ചിത്രത്തിലൂടെയാണ് അവർക്ക് PRO വർക്ക് ചെയ്തപ്പോഴുള്ള പരിചയമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഈ കഥ പറഞ്ഞപ്പോൾ ഒരു സമാന്തര ചിത്രം ഫീറ്റ് മൂവി എന്നോ ഒരു കൊമേഴ്ഷ്യൽ മൂവി എന്നോ വേർതിരിവില്ല. ഈ ഒരു കഥ നമുക്ക് ചെയ്യാവുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു വന്നല്ലോ. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. കാര്യം ഇപ്പോഴത്തെ പ്രൊഡ്യൂസേഴ്സ് നമുക്കറിയാമല്ലോ, ആദ്യം എന്ത് ലാഭം കിട്ടും, എന്ത് സാറ്റലൈറ്റ് ബിസിനസ് നടക്കും, എന്ത് OTT നടക്കും, എത്ര രൂപ ലാഭം കിട്ടും, ആ ഒരു രീതിയിൽ ആദ്യം ഒരു നിഗമനം അവർ നടത്തും. പക്ഷേ ഈ ചിത്രത്തെക്കുറിച്ച് ഒരു മുൻവിധിയുമില്ലാതെ ഈ കഥ കേട്ടപ്പോൾ തന്നെ അവാർഡ് വിന്നിങ് ആയിട്ട് കടന്നു വരാതെ നിർമ്മാതാവില്ലാതെ ഒരു കലയും നടക്കില്ല മലയാള സിനിമയിൽ, അല്ലേ? ആ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണം. കാര്യം ഇതിലേക്ക് പുള്ളി കടന്നു വന്നു. അത് മാത്രമല്ല നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ നിന്നു. പിന്നെ നല്ല കഥാപാത്രങ്ങൾ 2 ചിത്രത്തിനും ഇദ്ദേഹം ചെയ്തു. അത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ഏതൊരു ആളെ അഭിനയിപ്പിച്ചെടുക്കുന്ന ഈ ഒരു കരവേരുന്നുണ്ടല്ലോ, സിദ്ദീഖ് ബാബു എന്ന സംവിധായകൻ, അത് വേറെ കരവേരുന്നാണ്. എല്ലാ സമന്വയങ്ങളും ഒത്തുവന്നതിന്. അതുപോലെ DOP ജലീൽ ബാദുഷ നിരവധി ചിത്രങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മായികേട്ട വെള്ളിത്തിരയിൽ എത്തിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ തന്നെ ഡോക്ടറുടെ വേഷം, പിന്നെ ജോസ് മാമ്പിളി, എല്ലാവരും, നസീമ, വലിയൊരു സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഒരു വിവാദവും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. പല മതപരമായിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ പലരും പല രീതിയിലുള്ള കാഴ്ചപ്പാടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങളെ എതിർക്കാനും വിമർശിക്കാനും ഒരുപാട് പേരുണ്ടാവും എന്നുള്ളൊരു മുൻവിധി ഞങ്ങൾക്കുണ്ട്. നല്ലതായിട്ട് കാണുന്ന മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ പടം കാണുകയും അതിനെ വിലയിരുത്തുകയും അതുപോലെ ഞങ്ങൾക്ക് എതിരെ വരാൻ ചാൻസുള്ള എന്തെങ്കിലും എതിർപ്പുകളുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണമെന്നും നല്ലതിന് നല്ലത് മാത്രമായിട്ട് പറഞ്ഞാൽ മതി. അതല്ലാതെ ഞങ്ങൾ തെറ്റായി ചിത്രീകരിച്ചുള്ള തെറ്റെന്ന് തന്നെ പറയാം. അപ്പോൾ ഞങ്ങളുടെ കഥ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് റോട്ടിലിറങ്ങിയോ തെരുവിലിറങ്ങിയോ സമരം ചെയ്യാൻ പറ്റില്ല. ഈ ദൃശ്യവൽക്കരിച്ച് ഞങ്ങൾ സമൂഹത്തിലൊരു മാറ്റം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതിനെതിരെ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ ഒപ്പം നിങ്ങളും ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ്. ഓണാശംസകൾ നേരുകയാണ്. ഒരു കാര്യം കൂടെ കൂടി നിങ്ങൾ പറ്റി ശ്രദ്ധിച്ചതെന്നറിയില്ല. സാധാരണഗതിയിൽ
നമ്മുടെ സിനിമയുടെ പോസ്റ്ററിൽ ആദ്യം വരുന്ന ക്രെഡിറ്റ് ഡയറക്റ്റ് ആയിരിക്കില്ലേ? നിങ്ങളിത് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അതിൽ വരുന്നത് പ്രൊഡ്യൂസറാണ് വരുന്നത്. കാരണം ഒരു സിനിമയ്ക്ക് പ്രധാനമായിട്ട് ഞാൻ രവീന്ദ്രനാഥൻ നായരെ കുറിച്ച് ഞാൻ പറഞ്ഞു. രവി മുതലാളി, കൊല്ലത്തുകാരൻ, ജനറൽ പിക്ചേഴ്സ്, അടൂർ ഗോപാലകൃഷ്ണന്റെ എരിപ്പത്തായം, മുഖാമുഖം, അനന്തരം, വിധേയൻ തുടങ്ങിയ മിക്കവാറും എല്ലാ പടങ്ങളും, കാഞ്ചനസീത പോലുള്ള അരവിന്ദന്റെ കാഞ്ചനസീത, തമ്പ്, കുമ്മാട്ടി, പിന്നെ അങ്ങനെ ആ സിനിമകൾ, അരവിന്ദന്റെ സിനിമകൾ ഇതൊക്കെ നിർമ്മിച്ച രവി മുതലാളി, അടൂർ ഗോപാലകൃഷ്ണനെ പോലെയും അരവിന്ദനെ പോലെയും ജനങ്ങൾ അറിയപ്പെടുന്നവരായില്ല. അതൊരു മാറ്റം വരുന്നതിന് വേണ്ടി ആണ് ഒരു കലാഹൃദയമുള്ള ഇദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സിനിമ സംവിധാനം ചെയ്യണം. അപ്പോൾ അങ്ങനെ കടന്നു വരണം. അപ്പോൾ രവി മുതലാളി 2023 ഇവിടെ മരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ പേര് മാറ്റം സമർപ്പിക്കുന്നു. ആദ്യം പ്രൊഡ്യൂസർ, പിന്നീട് ഡയറക്ടർ. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോകുമ്പോൾ മാലപ്പൻ സാറ് എല്ലാവരോടും ബായി പറഞ്ഞിട്ടുണ്ടാവും. ഒരാൾ വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് നാളെ കാണാമെന്ന് പറഞ്ഞിട്ടാ പോവാ. തിരിച്ച് രാവിലെ വരുമ്പോഴും അതുപോലെ തന്നെയാണ്, എല്ലാവരുടെയും കെട്ടിപ്പിടിച്ചിട്ടാണ് ഗുഡ് മോർണിംഗും കാര്യങ്ങളൊക്കെ പറയാം. ഈ സിനിമ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള സിനിമകൾ, വലിയ വലിയ സിനിമകൾ എടുക്കുമ്പോഴും അതേ സ്വഭാവം തന്നെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ എന്നാല് നമ്മളിപ്പോഴുള്ളവരൊക്കെ എന്താ പറയണ്ടേ, അല്ലാണ്ട് ഡയറക്ടറോട് മാത്രം അല്ലെങ്കിൽ DOPയോട് മാത്രം ഗുഡ് മോർണിംഗ് പറയാണ്ട് എല്ലാവരെയും ഇപ്പോൾ ചെയ്ത പോലെ തന്നെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പിന്നെ ഹസ്തദാനം ചെയ്യണമെന്ന് മാത്രം പറയുന്നു. താങ്ക് യു സർ. താങ്ക് യു.